കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം അലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവൻ മുക്തിയെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഈശ്വരനാണ് എന്ന് അറിഞ്ഞ് സകലതിലും ദൈവ ഫലമാണുള്ളത് എന്നറിഞ്ഞ് സുഖങ്ങളും ദുഃഖങ്ങളും ജന്മങ്ങളും മരണങ്ങളും എല്ലാം ഉണ്ടാകുന്നത് പൂർവ കർമ്മഫലമല്ലെങ്കിൽ ദൈവം വഴിയാണ് എന്ന് ഉറപ്പായി അറിഞ്ഞ് അവയെ മാറുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ഉറച്ച മനസ്സോടുകൂടിയവനായി സ്വസ്ഥനായവൻ കർമ്മം എന്തെങ്കിലും ചെയ്താലും അവൻ സംഗിയാകുന്നില്ല. ഇത്ര ഉറപ്പ് വന്നിട്ട് പിന്നെ കർമ്മം ചെയ്താൽ കർമ്മവും അയാളെ ബന്ധിക്കുന്നില്ല എന്ന് കണ്ടു. ജീവൻ മുക്തന്റെ നിലയെയാണ് പറഞ്ഞു വരുന്നത്. ജീവൻ മുക്തനായവൻ ഏത് കർമ്മത്തിലേർപ്പെടുമ്പോഴും സാധാരണൻ കർമ്മത്തിലേർപ്പെടുന്നത് പോലെയല്ല, അവനതിൽ സംഘമില്ല. സാധാരണൻ കർമ്മത്തിലേർപ്പെടുമ്പോൾ നേരത്തെ കർമ്മത്തോട് സംഘമുണ്ട്, അതവന്റെ ശേഷിയെ കുറയ്ക്കും. രണ്ട്, കർമ്മം ചെയ്യുന്ന വേളയിൽ അവൻ സംഘിയാണ്, കർമ്മഫലത്തിലും അവൻ തൽപരനാണ്. അതിലൊക്കെ അപ്പുറം ആ കർമ്മത്തിൽ നിന്ന് പുതിയ കർമ്മങ്ങളുണ്ടാവും. മുക്തനായവന്റെ കർമ്മങ്ങളിൽ നിന്ന് പുതിയ കർമ്മങ്ങൾ ആഗന്തുകങ്ങളൊന്നും ഉണ്ടായി വരില്ല, മമതയില്ലാത്തതുകൊണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ വഴി. നോക്കാം. ഇപ്പം 2 സീറ്റായല്ലോ. റിസർവ് ചെയ്ത് വെച്ച് പോയ സീറ്റ് ഇവിടെ ഇരിക്കുമ്പോൾ അപ്പൊ അടുത്തത് നോക്കാം. ചിന്തയാ ജായതേ ദുഃഖം നാന്യതേഹേതി നിശ്ചയീ തയാഹീന സുഖീ ശാന്ത സർവത്ര ഗളിതസ്പൃഹഃ. ചിന്തയാ ജായതേ ദുഃഖം നാന്യതേഹേതി നിശ്ചയീ തയാഹീന സുഖീ ശാന്ത സർവത്ര ഗളിതസ്പൃഹഃ. ഇഹ ദുഃഖം ചിന്തയാ ജായതേ ന അന്യഥാ ഇതി നിശ്ചയീ തയാഹീനഃ സർവത്ര സുഖീ ശാന്തഃ ഗളിതസ്പൃഹഃ ഭവതി. അഷ്ടാവക്ര ഗീതയുടെ തന്നെ മനോഹാരിതയാണിത്. ഒന്ന്, അറിവ് അതിൻ്റെ പൂർണ്ണതയിലാണെങ്കിൽ ലളിതമാണ്. അഷ്ടാവക്രൻ ജനകനോട് സംഭാഷണം ചെയ്യുമ്പോൾ മഹാഭാരതവും മറ്റൊക്കെ ആ ജീവിതത്തെ തന്നെ ലളിതമായാണ് കാണുന്നത്. കുട്ടിത്തം വിടാത്ത ഒരു മനസ്സുമായാണ് ജനകന്റെ രാജസദസ്സിലേക്ക് കുട്ടിയായ അഷ്ടാവക്രൻ പ്രവേശിക്കുന്നത്. വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് ആ ലാളിത്യം എപ്പോഴും ആ ഭാഷയിലുമുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം തീർച്ചയാണ്, കാര്യങ്ങൾ അറിവാകുമ്പോൾ ലളിതമാകുന്നുവെന്ന്. ഒരുപാട് വളച്ചുകെട്ടൊന്നുമില്ലാതെ. ഇതിലെ എല്ലാ ശ്ലോകങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി ലളിതമായിട്ടുള്ള ഋജുവായ സത്യത്തിൽ താല്പര്യമുള്ളവർക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. അല്ലാതെ വികലമായ ബുദ്ധിയിലെത്തിയിട്ട് ഇത് വായിച്ചാൽ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പോലും നമുക്കിത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്.
ദുഃഖം എവിടെ നിന്നുണ്ടാകുന്നു എന്നതിന് നമ്മുടെ ഉത്തരം പലതാണ്. ഒന്നെൻ്റെ ചുറ്റുപാടുകൾ എനിക്ക് തന്നതാണ് ഈ ദുഃഖമല്ല. രണ്ട്, ഈശ്വരനാണ് ഈ ദുഃഖമെല്ലാം ഉണ്ടാക്കിയത്. മൂന്ന്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആകാത്ത ഈ പ്രശ്നങ്ങളാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അഷ്ടാവക്രൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു, ചിന്ത മാത്രമാണ് ദുഃഖം. സമഗ്രവും സാർവലൗകികവുമായ തലത്തിൽ ചിന്ത ഉയരുമെങ്കിൽ ലോകത്ത് ദുഃഖമെന്നത് പ്രശ്നങ്ങളല്ല, ചിന്ത മാത്രമാണ്. ചിന്തയിലല്ലാതെ ദുഃഖത്തിന് വേറൊരു ഇരിപ്പിടവുമില്ല. ജന്മന കൈയില്ലാതൊരുവൻ ജനിച്ചാൽ അവൻ ഇല്ലാത്ത കൈയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആ കൈയില്ലായ്മ അവന് ദുഃഖമല്ല. ജന്മനാ മൂകനായ ഒരുവൻ, അവനെ കൊണ്ടു നടക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ചിന്ത കൊണ്ട് ദുഃഖിക്കുന്നു എന്നല്ലാതെ അവൻ ദുഃഖിക്കുന്നില്ല. അവനതുകൊണ്ട് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്, കുട്ടികളെ വളർത്തുന്നുണ്ട്, സുഖമായി ആശയവിനിമയം ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ആധുനിക സങ്കേതങ്ങൾ ആവിർഭവിച്ചതിന് ശേഷം വളർച്ചയിൽ അന്ധനെയും ബധിരനെയും ഒക്കെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരും ദുഃഖിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിവുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ധനും ബധിരനുമൊക്കെ പ്രകൃത്യ അന്ധനല്ലാത്തവനേക്കാൾ ബധിരനല്ലാത്തവനേക്കാൾ കഴിവുകൾ പ്രകൃതി കൊടുത്തിരുന്നു. അവനെ പഠിപ്പിച്ച് സാഹചര്യത്തിനൊത്ത് ജീവിപ്പിക്കുവാൻ സങ്കേതങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞ് അത് പഠിപ്പിക്കാനുള്ള അധ്യാപകരും ഉണ്ടായതോടുകൂടി അവൻ അനുഭവിക്കാത്ത ദുഃഖങ്ങൾ അവനുണ്ട് എന്ന് ധരിച്ചു കൊടുത്ത അനുകമ്പയിലൂടെ അവനെ കുത്തുവാള എടുപ്പിച്ചിട്ടുമുണ്ട് ശാസ്ത്രങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അത്ര സ്വീകാര്യമാവുമെന്ന് തോന്നുന്നില്ല. സത്യം അതാണ്. സാധാരണ വീടുകളിലൊക്കെ പണ്ടും അന്ധനും ബധിരനും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ആ വീടിന്റെ ഐശ്വര്യം തന്നെ അങ്ങനെയുള്ള പിള്ളേരുമായിരുന്നു. അവർ വിചാരിക്കുമ്പോൾ കൈയുടെ അറ്റത്തും കാലിന്റെ അറ്റത്തുമൊക്കെ അവരുടെ ശക്തിയെ മുഴുവൻ ആവാഹിച്ചു കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടൊരു ചൊല്ല് തന്നെ പറയും, പൊട്ടന്റെ ഇടിയാണ്. കേട്ടിട്ടില്ല? വീടുകളിലൊക്കെ അമ്മമാര് ചിലപ്പം അവനോട് സൂക്ഷിച്ചിടപെടുക നല്ലത് കേട്ടോ, മറ്റവനെ പോലല്ല. അവൻ ശബ്ദം കേൾക്കാത്തവനാണെന്നൊന്നും കരുതണ്ട. നിങ്ങൾ അനങ്ങിയാൽ അവൻ അറിയും, അടി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ അവസാനം കരഞ്ഞുകൊണ്ട് പോകരുത്, ഇത് സൂക്ഷിച്ചോ കളിക്കുക നല്ലത് എന്ന് തന്തയും തള്ളയൊക്കെ പറയുമായിരുന്നു. അവനെ നിങ്ങൾ അധ്യാപകർ വിളിച്ചിരുത്തി അനുകമ്പയൊക്കെ കാണിച്ച് നിനക്ക് കണ്ണില്ലല്ലോ എന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ടാക്കി അവനെ ബോധ്യപ്പെടുത്തി കണ്ണില്ല എന്ന് ചിന്തിപ്പിച്ചപ്പോൾ ഇപ്പോൾ അവൻ ദുഃഖിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ദുഃഖമൊന്നുമില്ല. അപ്പോ വ്യക്തി ചിന്തയിലൂടെയാണ് ദുഃഖിക്കുന്നത്. കൈ ഉണ്ടായിരുന്ന ഒരുവന്റെ കൈയ്യ് ഒന്ന് മുറിഞ്ഞാൽ അവൻ ചിന്തിച്ച് ദുഃഖിക്കുകയാണ് മുറിഞ്ഞതിനെ ഓർത്ത്. കൈയില്ലാത്തവൻ പോലും ദുഃഖിക്കുന്നില്ല. ലോകം നോക്കിയാൽ ഇത് കാണാം. സകല ദുഃഖങ്ങളും ചിന്തയിലാണ്. അത് ഈ എഞ്ചിനീയറിങ് ഒക്കെ പഠിക്കുന്ന പിള്ളേരെ നോക്കിയാൽ അറിയാം. അവരൊക്കെ ആദ്യം തീരുമാനിക്കുക, നമ്മുടെ സ്വതന്ത്രമായ യാത്രയ്ക്ക് തടസ്സമാണ് കുടുംബം, കുട്ടികൾ, ഇതെല്ലാം.
അതുകൊണ്ട് കുട്ടി വേണ്ടാന്ന് ചിന്തിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും പരിചയക്കാരും ഒക്കെ വിവാഹം ആലോചിക്കുക, കൊണ്ടു നടക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദുഃഖമായി. വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് ദുഃഖിച്ച് നടക്കുകയാണ്. ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അച്ഛൻ നിർബന്ധിക്കുന്നു, അമ്മ നിർബന്ധിക്കുന്നു, അവർ നിർബന്ധിക്കുന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കുകയാണ് ആ സമയത്ത്. ഇത് കഴിഞ്ഞ് അവർ ഈ ചിന്ത ഉപേക്ഷിച്ചു, അച്ഛനും അമ്മയൊക്കെ. ഇപ്പം ചോദിക്കാതായി. അപ്പോൾ ആരും ഇത് ചോദിക്കുന്നില്ലല്ലോ എന്നുള്ളത്, നിർബന്ധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ആദ്യത്തെ 2 ആഴ്ച നിർബന്ധമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നിർബന്ധം പോയി. ഇനി അടിച്ച വഴിയെ പോകുന്നില്ല, പോകുന്ന വഴിയെ അടിക്കാമെന്നായി. അപ്പോഴതിൻ്റെ ദുഃഖമായി. ഇത് കഴിഞ്ഞ് കുറച്ച് പ്രായവും പാകവും കഴിയുമ്പോൾ അതിൻ്റെ ദുഃഖമായി. അന്നത് ചെയ്യേണ്ടതായിരുന്നു, അന്ന് ചെയ്യാത്തത് കൊണ്ട് വളരെ ദുഃഖമായി. അപ്പോഴും ചിന്തകളും വരാൻ തുടങ്ങും. കാരണം വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ പോകുന്ന വഴിക്ക് വല്ല പ്രമേഹം ബാധിച്ച് കിടക്കുന്നവനെയോ കാല് പഴുത്തിരിക്കുന്നവനെയോ ഒക്കെ കാണും. അപ്പോൾ ആ വാർദ്ധക്യത്തിൽ ഭാര്യയില്ല, പിള്ളേരുമില്ല, വല്ല ആശ്രമത്തിലും ആയിരിക്കും ചെല്ലുന്നത്. അവിടെ ബാക്കിയുള്ള സ്വാമിമാർ ഒരുമാതിരി ചെത്ത് സ്റ്റൈലിൽ ഓടുമ്പോൾ ഇയാൾ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയായിരിക്കും. വെള്ളം എടുത്തു കൊടുക്കാനൊന്നും ആരുമില്ല. അങ്ങനെ കിടക്കുന്ന കിടപ്പ് കാണും. അപ്പോഴാലോചിക്കും, ഓ ദൈവമേ. അപ്പോഴും ചിന്തയായി. കാരണം ഇതായിരിക്കും എൻ്റെയും ഗതി. ഇപ്പം പ്രമേഹമൊന്നുമില്ല, ആരും നമുക്ക് ഏത് സമയത്ത് വെള്ളം തരികയില്ല. അപ്പോഴവിടെ വരുന്ന ഏതെങ്കിലും ഒരു ഗൃഹസ്ഥൻ പറയും, കണ്ടില്ലേ കിടപ്പ്, ഞാൻ അന്ന് ഇയാളോട് പറഞ്ഞതാ പെണ്ണ് കേട്ടാൻ, കേട്ടില്ല, ഇപ്പം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. ഉടനെ ഇതായി. ഇനി ഇത് പെണ്ണ് കെട്ടിയ ഒരുത്തൻ ഈ കിടപ്പ് കിടക്കുകയാണ്. അവിടെ ചെന്ന് കെട്ടിയ വേറൊരുത്തൻ കാണുകയാണ്. പിള്ളേരും ഭാര്യയും നോക്കാനില്ല, എല്ലാം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയാണ്. ഇവൻ ഈ ദയനീയമായ കിടപ്പൊരു ഹോം നേഴ്സിനെയും വെച്ച് നോക്കുകയാണ്. അത് കണ്ടിരിപ്പം കെട്ടിയവൻ ചിന്തിച്ച് ദുഃഖിക്കുകയാണ്, ഇതായിരിക്കും എൻ്റെയും ഗതി. ഇപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ ഭാര്യയും പിള്ളേരും മേടിച്ചടിക്കും. അവസാനം നമ്മളെ ഒരു ഭാര്യ ഡയബറ്റിക് ആക്കി ഒരരിക്കാക്കി ഇവിടെ അങ്ങ് തള്ളും. എത്ര നാളായിരിക്കും കിടക്കേണ്ടി വരുന്നത്. എല്ലായിടത്തും സമമാണ്. ഇത് മുഴുവൻ ചിന്തയിൽ മാത്രമേ ഉള്ളൂ. ചിന്ത എങ്ങനെയോ അങ്ങനെയാണ് നിങ്ങൾ. ചിന്തയിൽ ഈ വൈകല്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം അങ്ങനെ തന്നെയാണ്. പണ്ടുള്ളവർ അതുകൊണ്ട് ചിന്തിക്കാൻ അധികം ഇട നൽകിയിരുന്നില്ല. അവർ ശരീരത്തെ ശാരീരിക കർമ്മങ്ങൾക്കും മനസ്സിനെ നിസ്സംഗതയോടുകൂടി ആ കർമ്മ പഠനങ്ങൾക്കും വേണ്ടി ചെയ്യുമ്പോഴും തന്നെയും തൻ്റെ മനസ്സിനെയും അവർ വേർപെടുത്തി കണ്ടിരുന്നു. അവർ പണിയെടുക്കുമ്പോൾ പണിയെടുക്കുന്ന അവനെ പണിയെടുക്കാത്ത ഒരു അന്ധക്കരണം നോക്കിക്കണ്ടിരുന്നു. മനസ്സിലായോന്നറിയില്ല. അത് ചെറുപ്പകാലം മുതൽ ശീലിക്കണം. ഭർത്താവുമായി വഴക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീ, ഭാര്യയോട് ചീത്ത വിളിക്കുന്ന ഒരു ഭർത്താവ്, കുട്ടിയെ തല്ലുന്ന ഒരച്ഛൻ, കുട്ടിയെ താലോലിക്കുന്ന ഒരമ്മ, പറമ്പിൽ കിളയ്ക്കുന്ന ഒരു പണിക്കാരൻ ഒക്കെ പഴയ രീതിയിൽ അവൻ 2 തലം നിയന്ത്രിച്ചിരുന്നു. അതാണ് അവൻ്റെ ചിന്തയെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഒന്ന്, ആ പണിയെടുക്കുന്ന ആൾ. ആ പണിയെടുക്കുന്ന വേളയിൽ പണിയെടുക്കുന്നവനോടൊപ്പം മനസ്സില്ല. അയാളുടെ അന്ധക്കരണം, മനസ്സും ബുദ്ധിയും സാക്ഷിയായ ആ പണിയെ നോക്കുകയാണ്. അങ്ങനെ ഏതൊരുവൻ പണി ചെയ്യുമ്പോൾ അവൻ്റെ അന്ധക്കരണം സാക്ഷിത്വേന നിൽക്കുന്നുവോ ആ സാക്ഷി ഉള്ളതുകൊണ്ട് അവന് വേറൊരു സൂപ്പർവൈസർ വേണ്ട. ഏത് പണി ചെയ്യുമ്പോഴും ഒരു സാക്ഷിയുണ്ടെങ്കിൽ ആ പണി ചെയ്യുന്ന താൻ
ആ പണിയുടെ ഫലമനുഭവിക്കുന്ന നാളെ എന്ന കാലം, ആ കാലത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ആ പണിയുടെ ഇപ്പോഴുള്ള അവസ്ഥയും അതിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് ആ പണി കൊണ്ട് ക്ലേശങ്ങളോ മേന്മകളോ അനുഭവിക്കുന്ന ഇന്നത്തെ ലോകം, ആ പണിക്കുപകരിക്കുന്ന വസ്തുജാലങ്ങൾ, അവ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉപഭോഗം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, ലാഭങ്ങൾ, അതിനുപയോഗിച്ച വസ്തുക്കളും അതിന് ചെലവാക്കിയ ഊർജവും അതിൽ നിന്ന് കിട്ടാവുന്ന ഫലത്തിൻ്റെ നിലയും താരതമ്യം ചെയ്യുന്ന നിലയിൽ ഉള്ള ലാഭനഷ്ടങ്ങൾ, ഇത്രയും സാക്ഷിത്വേന അവർ കണ്ടിരുന്നു. ആധുനിക ലോകം ഈ അറിവ് ഇല്ലാത്തതാണ്. ഉദാഹരണവും വേണമെങ്കിലാകാം. മനസ്സിലായി വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു 60കൾക്ക് മുമ്പ്, ഞാനീ പറയുന്നതൊക്കെ ഏതാണ്ട് 60കൾക്ക് മുമ്പ് 60കൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഒരു പരിണാമത്തിൻ്റെ പീരീഡാണ് 1960s. പൂർണ്ണമായി പുരാതന സംസ്കൃതിയെ കളഞ്ഞു കുളിച്ച ഒരു കാലം എന്ന് തീരുമാനിച്ചുകൊണ്ടാൽ മതി. സ്വാതന്ത്ര്യാനന്തര ഭാരതം ഏതാണ്ടൊരു 13 സംവത്സരം പിന്നിടുമ്പോഴേക്ക്, ഒരു വ്യാഴവട്ടം കഴിയുമ്പോഴേക്ക് അതിൻ്റെ സംസ്കൃതി ആകെ മാറി മറിയുകയുണ്ടായി. അതിനെ വെച്ചാണ് ഞാൻ ഈ 60 പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തിലും ഈ 60 എന്ന് പറയുമ്പോൾ നിങ്ങൾ അധികം തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇതാണ്. അതിനുമുമ്പ് നിങ്ങളുടെ വീട്ടിൽ പണിക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള കാലഘട്ടത്തിൽ 10ഓ 20ഓ പണിക്കാരുണ്ടെങ്കിൽ പോലും അൺസ്കിൽഡ് ലേബറർക്കുമേൽ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നില്ല. ഇസ് ഇറ്റ് റൈറ്റ്? നമ്പർ 1. നമ്പർ 2, അവൻ പണിയാൻ വന്നാൽ അവൻ ചോദിക്കാതെ രാവിലെ അവൻ ആവശ്യമായൊരു ചായയോ വീട്ടിലുള്ളവർ കഴിക്കുന്ന വില കൂടിയ പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ അവയോ കൊടുക്കാൻ അടുക്കളയിൽ പണിയുന്ന സാക്ഷിയായ ഒരമ്മ പണിയെടുക്കുന്ന അമ്മയെ പ്രേരിപ്പിക്കുമായിരുന്നു. സാക്ഷിയായ അമ്മ പണിയെടുക്കുന്ന അമ്മയെ പ്രേരിപ്പിക്കുമായിരുന്നു. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വേദന അവരിൽ രൂപാന്തരപ്പെടുമായിരുന്നു. റൈറ്റ്? വിശ്വാസം എനിക്ക് പോരാ. അത്യപൂർവമായി വല്ലയിടത്തും ഉണ്ടാകാം, ഞാനതിന് തർക്കിക്കുന്നില്ല. അത്യപൂർവമായി. കാരണം ഒന്ന്, ഇന്ന് പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകളില്ല. 90% കോൺട്രാക്റ്റാണ് ഇന്ന് പണി. ഭക്ഷണം വെളിയിൽ പോയി കഴിച്ചോണം, അല്ലെ കൊണ്ടുവന്നോണം. വെച്ച് തരാനൊന്നും ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. അത് പിള്ളേരെല്ലാം വെളിയിലാണ്. പഴയ പോലെ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. വെള്ളം കോരാനും പാത്രം തേക്കാനും ഒന്നും ആളില്ല. അതുകൊണ്ട് നീ ഭക്ഷണം കഴിച്ചു. മാത്രവുമല്ലടാ, നിനക്കിഷ്ടമുള്ളതൊക്കെ വെച്ച് തരാൻ ഇവിടെ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പം വയ്ക്കുന്നതൊന്നും നിനക്ക് പിടിക്കുന്നതാവില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഒരുമാതിരി മാന്യമായി ജീവിക്കുന്നവരാ പണിക്കാർ. ശരിയല്ല? നിങ്ങൾ കാശുണ്ടാക്കി ഒരുമാതിരി നന്നായിട്ട് ജീവിക്കുന്ന, എവിടെ ഈ അർക്കൂസ് എല്ലാം ജീവിക്കുന്നിടത്ത് ശരിയായ ആരൊന്നും തരാൻ പറ്റില്ല. അവസാനം തന്നു എന്നുള്ള തോന്നൽ. ഇങ്ങനെ പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതെൻ്റെ ഒരു വിശ്വാസമാണ്. ലോകപരിചയം നിങ്ങളോളം ഉണ്ടെന്ന് കരുതണ്ട. പക്ഷെ എന്തോ ഞാൻ പറയുന്നത് ശരിയാണെന്ന ഒരു ധാരണ അല്ലെങ്കിൽ അന്ധമായൊരു വിശ്വാസം എന്നോടൊപ്പം ഉണ്ട്.
അതുകൊണ്ട് പറയുന്നു തൽക്കാലം കൂട്ടുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന ലോകത്തെയും നിങ്ങളെയും വെച്ച് അപഗ്രഥിച്ചു നോക്കുക. തെറ്റിയെങ്കിൽ തിരിച്ചു പറഞ്ഞുകൊള്ളുക. അതല്ലേ എൻ്റെ എളുപ്പവഴി. അതല്ലേ എൻ്റെ എളുപ്പവഴി. അതുകൊണ്ട് ഇന്ന് പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകൾ നന്നേ ചുരുക്കമാണ്. അറ്റ്ലീസ്റ്റ് കാരണം ആ മെനക്കേടിനൊന്നും ആളുകൾ പോകാറില്ല. പക്ഷെ പണ്ട് ആ പണിക്കാരൻ വരുമ്പോൾ അവന് ഇത് കൊടുത്തില്ലെങ്കിൽ ഒരസ്വസ്ഥത ആ അമ്മയിൽ ഫോം ചെയ്യുമായിരുന്നു. ഇഡലിയോ ദോശയോ 1-2 കൊടുത്തൊരു ചായയും കൊടുത്താലോ പണിക്ക് മുമ്പ് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഒരു 9 മണി 8 അവനൊരു 7:30 മണിക്ക് വരും. 8 മണിയാണ് അന്നും സമയമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. മിക്കവാറും അന്ന് എല്ലാ പണിക്കാരനും ഒരു 7:30-7 മണിയാകുമ്പോൾ എത്തിയില്ലെങ്കിൽ അവൻ്റെ സാക്ഷി അവനെ വേദനിപ്പിക്കാൻ തുടങ്ങും, എത്ര ദൂരത്തു നിന്നായാലും. അവൻ്റെ കർമ്മത്തെ കാണുന്ന അവനിലെ സാക്ഷി, അല്ലാതെ അവനോട് ആരും പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് ഒരല്പം കഴിഞ്ഞു പോയപ്പോൾ ഇത് ആ കമ്പൊന്ന് മുറിച്ച്, എടീ നിനക്ക് പറയാം, ഞാനവിടെ ഇന്നലെ ആക്കിയിട്ടേച്ച് പോന്നിരിക്കുന്ന പണി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല കഴുതേ എന്ന് പറഞ്ഞ അവൻ പണിക്കാരനായ അവൻ ഭാര്യയെ 2 ചീത്തയും പറഞ്ഞിട്ടായിരിക്കും പോരുന്നത്. കാരണം അവൻ്റെ പണിയോടുള്ള പ്രതിബദ്ധത 100%. അപ്പം അങ്ങനെ പോരുമ്പോൾ അവൻ മിക്കവാറും ഒരു 7:30 മണിയാകുമ്പോൾ എത്തും. 7:30-ക്ക് അപ്പുറം പോവില്ല. ഞാൻ 7:30 പറഞ്ഞത്, മിനിമം ആയിക്കോട്ടെ. കാരണം സ്വാമിജി അത്യുക്തി പറഞ്ഞു വന്ന് ഞാൻ അതിൽ എത്ര നേരത്തെ ആയാലും ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞു വരുമെന്ന് ഒരാൾ പറഞ്ഞാലാണ് ഞാൻ തോക്കുന്നത്. കാരണം നിങ്ങൾ നാളെ ഇതെല്ലാം കേട്ടേച്ച് വൈകുന്നേരം തമ്മി സംസാരിക്കുമ്പോൾ സ്വാമിജി അതിശയോക്തി പറഞ്ഞു എന്നൊരു പദം എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. മിനിമം 7:30 മണിക്ക് എത്തുമെന്നാണ്. അഗ്രി? അവൻ വീട്ടിലേക്ക് വരും. കാരണം അവൻ്റെ അന്ധക്കരണം അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും നോ. അതുകൊണ്ട് അവൻ 7:30-ക്ക് എത്തുന്നത്. 7:30-ക്ക് എത്തി അവൻ വീട്ടിലെത്തുമ്പോൾ ഇതൊക്കെ കൊടുത്തു വിട്ടാലും ഒരു 8-9 മണിയാകുമ്പോൾ ഈ സ്ത്രീയുടെ അകത്തൊരു പെരുപ്പ് തുടങ്ങും. പിന്നെ 2 ഇഡ്ഡലി കൊടുത്തു എന്ന് പറഞ്ഞാൽ 2 ഇഡ്ഡലിയൊക്കെ അവൻ 2 തൂമ്പ കൊത്തുമ്പോഴേക്ക് ദഹിക്കും. കട്ടിയുള്ളത് എന്തെങ്കിലും കൊടുക്കണം. ചക്കയുടെ സീസണാണെങ്കിൽ ചക്ക പുഴുങ്ങും. കഞ്ഞിയും പുഴുക്കൂടെ ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ പുഴുക്ക് തന്നെ കൊടുക്കും. ചിലപ്പം കപ്പ വാട്ടി ഉണങ്ങിയത് പുഴുങ്ങി കൊടുക്കും, അല്ലെങ്കിൽ കപ്പ പുഴുങ്ങി കൊടുക്കും. തൊടുപുഴയൊക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പണിക്കാരുടെ ഒരു സ്ഥിരാഹാരമായിരുന്നു കപ്പയും ചക്കയൊക്കെ. ചിലരത് കുറേ മീനൂടെ കൂട്ടി കൊടുക്കും. കാരണം രാവിലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനൊരു സന്തോഷമായി. അപ്പോൾ ഇത് കൊടുക്കും. ഇത് കൊടുത്തവൻ കഴിച്ചിട്ട് പോയാലും, എടാ എത്ര നേരമായി ഒരാൾ പറമ്പിൽ നിന്ന് പണിയുന്നു, എടാ നിനക്കൊക്കെ ലജ്ജയില്ലേ, നീയൊക്കെ മനുഷ്യനാണോ, എടാ കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കടാ, ഞാനിതിനിടെ കൈയൊന്ന് ഒഴിഞ്ഞെങ്കിൽ ഞാൻ കൊണ്ട് കൊടുത്തേനെ, നിന്നോടൊക്കെ എത്ര പറയണം, ഒരു പഠിത്തക്കാരൻ വന്നിരിക്കും എന്ന് പറയുമായിരുന്നു തള്ളമാർ. ശരിയല്ല? അവൻ്റെ ഒരു പഠിത്തം, ഞാൻ ആ പുസ്തകം എടുത്ത് ചുട്ട് നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്, വെള്ളം കൊണ്ട് കൊടുക്കടാ, മനുഷ്യൻ എത്ര നേരം അതൊന്ന് വേർക്കുന്നേ. കാരണം അവരുടെ ഒരു സാക്ഷി അവരെ വല്ലാതെ വേദനിപ്പിക്കുമായിരുന്നു. കർമ്മത്തിൽ അവർക്ക് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. കർമ്മം ചെയ്യുന്ന ഒരാൾ, ആ കർമ്മത്തെ കാണുന്ന ഒരാൾ. മറ്റുള്ളവന്റെ കർമ്മത്തെ കണ്ടു ശീലിക്കുന്നതിനേക്കാൾ തൻ്റെ കർമ്മത്തെ നോക്കിക്കണ്ട് ശീലിച്ച ഉത്തമമായൊരു സംസ്കൃതി അവർക്കുണ്ടായിരുന്നു. മതങ്ങളും ജാതികളും വർണ്ണങ്ങളും എന്തുമായിക്കൊള്ളട്ടെ, ഈ സംസ്കൃതി ഏകമായിരുന്നു. ഇതിൻ്റെ പരിചയത്തിൻ്റെ ഓർമ്മകളൊന്നും നിങ്ങൾക്കില്ല? ഉണ്ട്. അത് പുറകെ ഇത് തീരട്ടെ, ഇല്ലെങ്കിൽ ഞാനങ്ങ് മാറിപ്പോവും. ഇത് മുഴുവനായില്ല. അപ്പൊ കൃത്യമായി
വളരെ ഗണിതയുക്തികളുള്ള ഒരു തലം ഇതിനുണ്ടായിരുന്നു. അപ്പൊ ഈ അമ്മ ചിലപ്പോൾ കഞ്ഞിവെള്ളത്തിൽ പുളിശ്ശേരിയും മാങ്ങാക്കറിയും തീയലും ഒക്കെ ഒഴിച്ച് വലിയൊരു പാത്രം നിറച്ച് ഇത് കൊടുത്തുവിടും. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ തൊടുപുഴയിലെ വീടുകളിലെ ഇടത്തരക്കാരുടെ ഇടയിൽ പഴയ സ്ത്രീകളുണ്ടെങ്കിൽ വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞ നിലയിൽ മിച്ചം വരുന്ന ചോറ്, ഉച്ഛിഷ്ടമല്ല, മിച്ചം വരുന്നതെന്ന് പറഞ്ഞാൽ പാത്രത്തിനകത്ത് മിച്ചം വരുന്നതല്ല, കലത്തിൽ മിച്ചം വരുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതിലെ ചോറ്, കഞ്ഞിവെള്ളം, അവിയല്, സാമ്പാർ ഒക്കെ വലിയ ഭരണിയിൽ ജാറയിൽ ഒഴിച്ചിടും. ഇത് കിടന്ന് പുളിക്കും. ഇതിന് കാടി എന്നൊരു പേര് പറയും. തൊടുപുഴക്കാർക്ക് അറിയേണ്ടതാണ്. പഴയ കുടിച്ച സ്വാദ് വന്നു, വായിൽ വെള്ളം ഊട്ടുന്നത് ഞാൻ കണ്ടു. ഒരു കപ്പലുണ്ടായിരുന്നെങ്കിൽ അയ്യൽ ഓടിച്ചത്, അത് ഞാൻ കണ്ടു. അവ കറ്റരിയും ഇട്ടുണ്ടാക്കി കുടിച്ച കുടി ഇല്ലേ, ഒരു പ്ലാവിലെയും കുത്തി. അത് കണ്ടു ഞാൻ. മുളകും പുളിയും കൂടെ പൊട്ടിച്ചൊരൽപ്പം ഒഴിച്ച് ആ പ്ലാവിലയിൽ കോരി അടിക്കുന്ന അടി ലേയരെ. അപ്പോ ഈ വെള്ളം ഉണ്ടാവും. ഇതൊരു കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് കൊടുത്തു വിടും. കാരണം വെയിൽ കൊള്ളുമ്പോൾ അവനൊരു തണുപ്പ്. അത്തരമൊരു ബന്ധം ആ പണിക്കാരന് കൊടുക്കാൻ ആ അമ്മയുടെ കർമ്മത്തെ സാക്ഷിയാക്കി വെച്ചിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത, സാമ്പത്തിക ശാസ്ത്രം പഠിക്കാത്ത, ഊർജതന്ത്രവും രസതന്ത്രവും അറിയാത്ത, മാനവ സ്നേഹത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളും രസതന്ത്രങ്ങളും മാത്രം പഠിച്ച അമ്മയിലൊരു സാക്ഷിയുണ്ട്. ഉച്ചയാകുമ്പോൾ അവന് വിശക്കുമെന്നറിഞ്ഞ് ആര് കഴിക്കുന്നതിന് മുമ്പും ആ പണിയെടുക്കുന്നവനെ വിളിച്ചിരുത്തി അവന് കൊടുത്ത് കഴിഞ്ഞു വിളമ്പുന്ന ഒരു സാക്ഷി അവരിലുണ്ടായിരുന്നു. മുതിർന്ന കുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങൾ ഒഴിച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും വേളമക്കാട പണിയെടുക്കുന്നവൻ കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വിളമ്പിത്തരാം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അപ്പോഴൊക്കെ ആ അമ്മയിലൊരു സാക്ഷിയുണ്ട്. അതാ എനിക്ക് പ്രധാനപ്പെട്ടത്. അവൻ വലിക്കുന്നവനോ മുറുക്കുന്നവനോ ആണെങ്കിൽ അവൻ ചോദിച്ചിട്ടല്ല, ആ പണിയെടുക്കാൻ വരുന്നവന് വേണ്ട ബീഡിയും തീപ്പെട്ടിയും മുറുക്കാനും അവർ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതങ്ങ് കൊടുക്കുകയേ പതിവുള്ളൂ. മിക്കവാറും പണിക്കാരനിലെ സാക്ഷി വൈകുന്നേരം അതിന്റെ ബാലൻസ് തിരിച്ചെത്തിക്കാൻ കൊണ്ടുപോടാ, നേര് കാണണ്ട, ഞാൻ പറഞ്ഞു നീ പറയുന്നത്, നീ കൊണ്ടുപോടാത് 4 ബീഡി ഇവിടെ അതുകൊണ്ടാണ് ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ ഇപ്പൊ കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ദുഷ്ടനാ, പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവരെ പറയുമായിരുന്നു. 4 മണിയാകുമ്പോൾ ഒരു ചായ കൊടുത്തില്ലെങ്കിലും അസ്വസ്ഥതയാവും. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ തേൻതുള്ളി വരിക്ക പ്ലാവിൽ നിന്നിട്ട ചക്കയുടെ പഴം മുറിച്ച് വരട്ടാനോ കുട്ടികൾക്ക് കൊടുക്കാനോ ഒരുങ്ങുന്നെങ്കിൽ ഒരു കഷ്ണം അവൻ്റെ കൊടുത്തുവിടും. പുറത്ത് ജോലി ചെയ്യുന്ന മക്കളാരെങ്കിലും വല്ല പലഹാരങ്ങളോ മുട്ടായിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കുട്ടികളെ ഈ സാക്ഷി കാണും, കയ്യിൽ കൊടുത്തുവിടും. അപ്പൊ ആ അമ്മ അവന്റെ പണിയല്ല ഒബ്സർവ് ചെയ്തത്, അയൽവക്കത്തെ സ്ത്രീയുടെ ആഡംബരങ്ങളും അവളുടുത്ത തുണിയുമല്ല നോക്കിയത്. മനസ്സിലായില്ല?
മറ്റുള്ളവന്റെ ജീവിത രീതികളും അവിടുത്തെ കുട്ടിയുടെ പഠിപ്പും അറിയാനല്ല ആഗ്രഹിച്ചത്. ലോകമെങ്ങനെ പോകുന്നു എന്ന് അന്വേഷിച്ചുമല്ല അവർ ജീവിതം കഴിച്ചത്. താനും തന്റെ കർമ്മവും എങ്ങനെയെന്ന് സാക്ഷിത്വേന ചിന്തിക്കുന്ന ഒരറിവായിരുന്നു അവരിലുണ്ടായിരുന്നത്. ഈ അറിവ് അവരുടെ കർമ്മങ്ങളെ അനുസ്യൂതം പിന്തുടരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു പരിണാമമായിരുന്നു അവരുടെ വാർദ്ധക്യത്തിന്റെ ആനന്ദാനുഭൂതിയായി മാറുന്നൊരു ആധ്യാത്മികയായി തീർന്നത്. അല്ലാതെ മന്ത്രദീക്ഷകളും യോഗാസനങ്ങളും ഒന്നുമല്ല ആ അമ്മയെ പെട്ടെന്നുള്ള ഒരു നവീകരണത്തിന്, പരിണാമത്തിന് വിധേയമാക്കിയത് അവരിൽ രൂപാന്തരപ്പെട്ട സാക്ഷിയാണ്. എന്നിൽ എന്റെ ബോധം, എന്റെ കർമ്മത്തിന്, ഞാൻ പറയുന്നത് കേൾക്കാൻ, ഞാൻ ചെയ്യുന്നത് കാണാൻ, എന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ എന്നെ തന്നെ ഞാൻ സാക്ഷിയാക്കി നിർത്തുന്നതിന് 5 പൈസയുടെയും ചെലവില്ല. ഇത്തരം ഒരു ചിന്താധാര ആ വീട്ടിലെ ആ സ്ത്രീക്കുണ്ടായിരുന്നു. പണിക്ക് വന്നവന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, രാവിലെ 7:30 വന്നില്ലെങ്കിൽ അവൻ അസ്വസ്ഥതയാണ്. അവൻ പണി കഴിഞ്ഞാൽ ആ തൂമ്പയൊക്കെ നോക്കിയാൽ അറിയാം. അത് നന്നായി ഉറപ്പിച്ചവയാണ്. അത് ഉറപ്പിക്കുവാൻ കൊല്ലന്റെ കയ്യിലോ മറ്റോ കൊടുത്താൽ, കൊല്ലനാണ് പൊതുവെ ഉറപ്പിക്കുന്നത്. അതിന് പൂള് വെക്കുമ്പോൾ മറുപൂളുകൾ വെക്കും, ഇളകി തല വീഴാതിരിക്കാൻ, പെട്ടെന്ന് ഇളകാതിരിക്കാൻ. ഒടിഞ്ഞു പോയാലും കുഴ ഇളകി ഊരില്ല. മറുപൂളെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അതൊരു മുഖ്യ പൂള് തല്ലിക്കയറ്റി അതിൻ്റെ സൈഡൊന്ന് ചെത്തി അതിൻ്റെ ഇടയിലൂടെ മറുവശത്തുനിന്ന് അടിച്ചു കയറ്റുന്നതിനാണ് മറുപൂളെന്ന് പറയുന്നത്. അങ്ങനെ വെച്ചാൽ ഇത് ഉറപ്പിക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ച് ഒരു കൂന്താലിയും ഒരു തൂമ്പയും ഒരു മൺവെട്ടിയും ഊരിപ്പോവില്ല. അവനാ ജോലിയിൽ അവന്റെ കർമ്മത്തിന് അവൻ സാക്ഷിയാണ്. അത് ഉറപ്പിച്ച് വാങ്ങിക്കൊണ്ടുവന്നാൽ അത് വെയിലത്തിടുകയില്ല. കാരണം അവൻ കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും പഠിച്ചിട്ടല്ല പണിക്കിറങ്ങിയത്. വെയിൽ കൊണ്ടാൽ ഇരുമ്പ് വികസിക്കുമെന്നും തടി ചുരുങ്ങുമെന്നും തദ്വാര അത് ഇളകുമെന്നും അവനറിയും. പണി കഴിഞ്ഞ് ഉഷ്ണകാലത്ത് അവനതിൽ വെള്ളമൊഴിച്ചിട്ടാണ് എടുത്തകത്ത് വെക്കുക. വെള്ളമൊഴിച്ച് തൂമ്പ കഴുകി വെക്കുകയില്ല, തുരുമ്പിക്കുമെന്നുള്ളത് കൊണ്ട് തടി ചെത്തിയത് അവന്റെ ചെവിക്കടയിലുണ്ടാവും. അതുകൊണ്ടാണ് മണ്ണ് കളയുക. ഇതിലെല്ലാം അവന്റെ കർമ്മത്തിൽ അവൻ സാക്ഷിയാണ്. ഞാനീ പറയുന്നതൊക്കെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ശരിയാണ്. പണി ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടില്ലെങ്കിലും. അപ്പോ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു നയം, അവന്റെ കർമ്മത്തിന് അവൻ സാക്ഷിയാകുന്ന ഒരു രൂപരേഖ. ആരും സൂപ്പർവൈസ് ചെയ്യാനില്ല. വളരെ കറ്റിപ്പുള്ള സ്ഥലം. ആദ്യം തൂത്തുവാരിയിട്ട് വേണം കിളയ്ക്കാൻ, കാരണം മുഴുവൻ കരികില. അതിനിടയിലാണ് കഴിഞ്ഞ വർഷം പറിക്കാതെ കിടക്കുന്ന ചേനയുമൊക്കെ. സൂക്ഷിച്ച് കിളച്ചില്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും. എവിടെയാണെന്നറിയാൻ ഒരു അടയാളം പോലും കാണുന്നില്ല. ഈ വിഷമതയിലൂടെ കിളച്ച് നീങ്ങുമ്പോഴും ഒരാൾ പണിയുന്ന പണി പണിതില്ലെന്ന് ഇവർക്ക് തോന്നുമല്ലോ, ദൈവമേ ഞാൻ എന്താ ചെയ്യുക എന്നൊരു വേദന അവന്റെ സാക്ഷിയിലുണ്ടായിരുന്നു. ഈ വേദന വീട്ടിലുള്ളവരറിയും.
കാരണം അവൻ ഉണ്ടിട്ട് വിശ്രമിക്കാതിരിക്കുന്നു. എടാ, അങ്ങനെയൊന്നും പണിയണ്ട, നിന്റെ വിഷമം ഞങ്ങൾക്കറിയാം. ആ സ്ഥലം ശരിയല്ല. ഒന്നാമത് കറ്റിപ്പ, ഒന്ന് കിളച്ചാൽ രണ്ട് തെറിക്കുന്ന സ്ഥലം, അത്രയൊക്കെ പണിയാൻ പറ്റൂ. നീ വിശ്രമിച്ചിട്ട് പണിത് ഉണ്ടിട്ട് ഉടനെ പണിയണ്ട. ഇപ്പൊ രണ്ടു പേരുടെയും സാക്ഷി തമ്മിലാണ് ഈ പാരസ്പര്യം. പണികൾ തമ്മിൽ പാരസ്പര്യമില്ല. ഇന്ന് സാക്ഷികളില്ല, പണികൾ തമ്മിലേ നിങ്ങൾക്ക് പാരസ്പര്യമുള്ളൂ. അത് നിങ്ങളുടെ വിദ്യാഭ്യാസം തകർത്തെറിഞ്ഞതാണ്. അന്നു മുതലാണ് ഈ ചുതി വന്നത്.